നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ പി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു 40 ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 117/2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ അതിൻ്റെ ബാക്കി 40 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം 41ാമത്തെ ചോദ്യം. അടുത്തത് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, പാമ്പാറാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി. അടുത്തത് ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലായി വ്യാപിച്ചെടുക്കുന്ന കായൽ ഏതാണ്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലായി വ്യാപിച്ചെടുക്കുന്ന കായൽ ഏതാണ്? നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലാണ് ഈ 3 ജില്ലകളിലായിട്ട് വ്യാപിച്ചെടുക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. പശ്ചിമഘട്ടമാണ് സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന പർവ്വതനിര. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ഇതാണ് സഹ്യപർവ്വതം എന്നും സഹ്യപർവ്വതം അഥവാ സഹ്യാദ്രി എന്നൊക്കെ അറിയപ്പെടുന്നത്. 44ാമത്തെ ചോദ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ആണ്, വിനോദ നികുതി. എന്താണ്? ഓപ്ഷൻ എ ആണ്, വിനോദ നികുതിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തങ്ങളുടെ വരുമാനത്തിനായി പിരിക്കുന്ന നികുതിയാണ് വിനോദ നികുതി. സിനിമാ ടിക്കറ്റുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, ഷോകൾ എന്നിവയ്ക്ക് മേലിലാണ് ഈ ഒരു നികുതി ചുമത്തുന്നത്. അടുത്തത് സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ആണ്, പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം പറയുകയാണെങ്കിൽ, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ആ നദി? കുന്തിപ്പുഴയാണ് അല്ലേ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. ഈ 46ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. അടുത്തത്, ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇനി ഞാൻ ഒഴുകട്ടെ. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് ഇനി ഞാൻ ഒഴുകട്ടെ. അതെല്ലാവർക്കും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അടുത്തത്, ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ്, സുഭിക്ഷ കേരളം. സുഭിക്ഷ കേരളമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തതയോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി. ഇനി ബാക്കി ഓപ്ഷൻസിൽ ആശ്വാസകിരണം എന്താണ്? കിടപ്പിലായ രോഗികളെയും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. അതായത് ഈ രോഗികളെ പരിചരിക്കുന്നവർക്കാണ് കൊടുക്കുന്നത്. ഇനി സ്നേഹസാന്ത്വനം എന്താണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ധനസഹായവും ചികിത്സയും നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതി. ലൈഫ് മിഷൻ എന്താണ്? ഭൂരഹിതരും ഭവനരഹിതരുമായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയായിരുന്നു ലൈഫ് മിഷൻ. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? 2020 ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? ഓപ്ഷൻ എ ആണ്, വൈഭവ് സൂര്യവംശിയാണല്ലേ. ബീഹാറിലെ ക്രിക്കറ്റ് താരമാണ് അദ്ദേഹം. വെറും 13 വയസ്സും 232 ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം 2020 സെഞ്ചുറി നേടിയത്. അടുത്തത് ഈ 50ാമത്തെ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തതാണ്. അടുത്ത ചോദ്യം, കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കൊല്ലം ജില്ലയാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? ഓപ്ഷൻ സി ആണല്ലേ, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത്.
അടുത്തത് ബയോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്താണ്? മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ്, ഡയഫ്രം ആണ്. നെഞ്ചിലെ അറയെയും വയറിലെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഇതിൽ ബാക്കി ഓപ്ഷൻസിൽ നമുക്ക് മെനിഞ്ചസ് എന്താണ്? തലച്ചോറിനെയും സുഷുമ്നെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാളിയാണ് മെനിഞ്ചസ്. ഈ ആൽവിയോളസ് എന്താണ്? ശ്വാസകോശത്തിലെ വായുവറകളെയാണ് നമ്മൾ ആൽവിയോളസ് എന്ന് പറയുന്നത്. പെരികാർഡിയം എന്താണ്? ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ളത് മുളക്, ഉജ്ജ്വല, അതായത് രണ്ടാമത്തെ മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത്. എന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത്. മുളകിൻ്റെ ഇനമാണ് ഉജ്ജ്വല എന്ന് പറയുന്നത്. ഇനി ഉജ്ജ്വല എന്തിൻ്റെയാണ്? മുളകിൻ്റെയാണ്. അക്ഷയ എന്ന് പറയുന്നത് കശുമാവിൻ്റെയാണ്, നെല്ലിൻ്റെ അല്ല. പിന്നെ പവിത്ര എന്ന് പറയുന്നത് അത് നെല്ലിൻ്റെ ഇനമാണ്. പിന്നെ എന്താണ്? ലോല എന്തിൻ്റെയാണ്? പയറിൻ്റെ ഇനമാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്തത്, മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടെയാണ്? മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടെയാണ്? ഓപ്ഷൻ എ ആണ്, മസനോബു ഷിക്കുവോക്ക. അടുത്തത്, ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്ര? ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 20.9%. 20.9% ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ്. നൈട്രജന്റെ അളവ് എത്രയാണ്? 78.08%. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണല്ലേ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം? ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? ഓപ്ഷൻ ഡി ആണ്, വിറ്റമിൻ സിയുടെ അഭാവം മൂലമാണ് ത്വക്കിനും പല്ലിനും മോണയിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്. അടുത്തത്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഡോക്ടർ സലിം അലിയുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് അല്ലേ. പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സലിം അലിയാണ്. ഇനി ഡോക്ടർ വിക്രം സാരാഭായ് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ്. അടുത്ത ചോദ്യം, കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടെയാണ്? കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടെയാണ്? ഓപ്ഷൻ എ ആണ്, കല്ലേൻ പൊക്കുടൻ. കല്ലേൻ പൊക്കുടൻ്റെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. അടുത്തത്, ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 8 ഇലക്ട്രോണുകളാണ്. ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 8. ഇതിനെയാണ് നമ്മൾ അഷ്ടക നിയമം എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലൂമിനിയത്തിൻ്റെ ധാതു ഏതാണ്? തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലൂമിനിയത്തിൻ്റെ ധാതു ഏതാണ്? ഓപ്ഷൻ സി ആണ്, ക്രയോലൈറ്റ് ആണ്. കലാമിൻ എന്തിൻ്റെയാണ്? കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. മാഗ്നറ്റൈറ്റ് എന്തിൻ്റെയാണ്? ഇരുമ്പിൻ്റെ ഏറ്റവും ഗുണമേന്മയുള്ള അയിരാണ് മാഗ്നറ്റൈറ്റ്. ഇനി കുപ്രൈറ്റ് എന്ന് പറയുന്നത് ചെമ്പിൻ്റെ അയിരാണ് കേട്ടോ. അടുത്തത് 62ാമത്തെ ചോദ്യമാണ്, ഒരു കലോറി എന്ന് പറയുന്നത് എത്ര ജൂളാണ്? ഒരു കലോറി എത്ര ജൂളാണ്? ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. ഓപ്ഷൻ ബി ആണ്. 63ാം ചോദ്യം, പാമ്പ് ഇര പിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു. പാമ്പ് ഇര പിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു. ഏതിലൂടെയാണ്? ഓപ്ഷൻ എ ആണ്, തറയിലൂടെയുള്ള ശബ്ദപ്രേഷണം ഉപയോഗിച്ചാണ് പാമ്പ് ഇര പിടിക്കുന്നത്.
പാമ്പുകൾക്ക് ബാഹ്യ കർണങ്ങളില്ല. ഭൂമി അതായത് തറയിലൂടെ വരുന്ന കമ്പനങ്ങൾ താടിയെല്ല് വഴി ചെവിയിലെ അസ്ഥികളിൽ എത്തിച്ചാണ് അവ ശബ്ദം തിരിച്ചറിയുന്നത്. അടുത്തത് മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കിലോഗ്രാം ആണ് മാസിന്റെ അടിസ്ഥാന യൂണിറ്റ്. അടുത്ത ചോദ്യം, ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരെന്താണ്? ശുക്രനിൽ എവിടെയാണ്? ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി ആണ്, വീനസ് ഓർബിറ്റർ മിഷൻ. വീനസ് ഓർബിറ്റർ മിഷൻ ആണ് ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായിട്ട് ISRO തയ്യാറാക്കുന്ന ദൗത്യം. അടുത്തത്, താഴെ തന്നിട്ടുള്ളവയിൽ 2024 രസതന്ത്ര വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി. 2024 രസതന്ത്രം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി. ഓപ്ഷൻ സി ആണ്, ഹാൻകാങ്. ഹാൻകാങ് ആണ് രസതന്ത്രവുമായിട്ട് ബന്ധമില്ലാത്തത്. ഹാൻകാങ്ങിന് 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരമാണ് ലഭിച്ചത്. ബാക്കി 3 പേരും 2024 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാര ജേതാക്കളാണ്. ഹാൻകാങ് ഏതായിരുന്നു? 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരമാണ് ലഭിച്ചത്. അപ്പോൾ നോബൽ പുരസ്കാരങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. പേരുകളൊക്കെ ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഷോർട്ട് കട്ടുകളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കോഡ് വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങളത് പഠിക്കണം. എങ്ങനെയാലും പഠിച്ചേ പറ്റൂ. 2025 നോബൽ എന്തായാലും നോക്കിയിരിക്കണം. അടുത്തത്, എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ? ഓപ്ഷൻ ബി ആണ്, ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ. അടുത്തത്, കൊഴുപ്പടഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം എന്താണ്? കൊഴുപ്പടഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം എന്താണ്? ഓപ്ഷൻ സി ആണല്ലേ, അമിത രക്തസമ്മർദ്ദം. അമിത രക്തസമ്മർദ്ദമാണ് കൊഴുപ്പടഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം. അടുത്തത്, എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെ? എയ്ഡ്സ് രോഗം എങ്ങനെയാണ് പകരുന്നത്? ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നത്. അടുത്തത്, ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാവുന്ന രോഗാവസ്ഥ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാവുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ്? ഹീമോഫീലിയാണ് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ. 71ാമത്തെ ചോദ്യം, പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം എന്താണ്? പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ശ്വാസകോശ ക്യാൻസർ അല്ലേ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ശ്വാസകോശ ക്യാൻസർ. അടുത്തത്, ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, BCG ആണ് ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ. അടുത്തത്, താഴെ പറയുന്നവയിൽ വായുജന്യ രോഗമല്ലാത്തത്. താഴെ പറയുന്നതിൽ വായുജന്യ രോഗമല്ലാത്ത ഏതാണ്? ഓപ്ഷൻ സി ആണ്, മലേറിയയാണ്. മലേറിയയാണ് വായുജന്യ രോഗമല്ലാത്ത. ഇതൊരു ജന്തുജന്യ രോഗമാണ്. ജന്തുക്കൾ വഴിയാണ് ഈ ഒരു രോഗം പകരുന്നത്. കൊതുകുകളാണ് ഈ രോഗം പടർത്തുന്നത്. ബാക്കി TBയും കുഷ്ഠവും അഞ്ചാപനിയും ഒക്കെ വായുജന്യ രോഗങ്ങളാണ്, വായിലൂടെയാണ് പകരുന്നത്. അടുത്തത്, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ആരോഗ്യ കിരണം. എന്താണ്? ആരോഗ്യ കിരണമാണ് 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഏർപ്പെടുത്തുന്നതിനുള്ള കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി പദ്ധതി. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ്? ഓപ്ഷൻ എ ആണ്, ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ സഹായം. ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ ധനസഹായം നൽകുന്ന പദ്ധതി എന്താണ്? ശ്രുതി തരംഗം അല്ലെങ്കിൽ കാതോരമാണ്. ആർദ്രം മിഷന്റെ നേരിട്ടുള്ള. അടുത്തത്, കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്?
ഓപ്ഷൻ ബി ആണ്, കുഷ്ഠമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. കുഷ്ഠമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് അശ്വമേധം. അടുത്തത് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ചൈനയാണ്. ചൈനയ്ക്കാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ചത്. അടുത്തത് വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ്, നമ്മുടെ കേരളമാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ടോപ്പ് അച്ചീവേഴ്സ് പട്ടികയിൽ നമ്മളുടെ കേരളത്തിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. അടുത്തത് 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരം നോർത്ത്. 2024 സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഇനി അറിയപ്പെടാൻ പോകുന്നത് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. 80ാമത്തെ ചോദ്യം, 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, MSC ക്ലോഡ് ഗിറാഡറ്റ് ആണ് 2024 സെപ്റ്റംബർ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 80 ചോദ്യങ്ങൾ. നമ്മൾ 2 ക്ലാസ്സുകളായിട്ട് 80 GK ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആക്കി. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണാം. താങ്ക്